ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഹരിയാലി. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഹോൾ ചിക്കൻ എല്ലോടുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 കിലോഗ്രാം, തൈര് 3/4 കപ്പ്, പച്ചമുളക് 6 എണ്ണം, പുതിനയില 1 കപ്പ്, മല്ലിയില 1 കപ്പ്, കാഷ്യൂ നട്ട്സ് 10 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മീറ്റ് മസാല 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, സവോള തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് 3 മീഡിയം സൈസ്, ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, ഓയിൽ 4 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 1/4 കപ്പ്. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 കപ്പ് പ്ലെയിൻ യോഗട്ട് എന്നിവയെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ശരിക്കും മിക്സ് ആയിട്ടുണ്ട്. ഇതിനെ 30 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. നമുക്കിനി ഗ്രൈൻഡറിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന 6 പച്ചമുളക്, കാഷ്യൂ നട്ട്സ്, മല്ലിയില, പുതിനയില, 1/4 കപ്പ് വെള്ളം എന്നിവ ആഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്ത പേസ്റ്റാണിത്. ചിക്കൻ ഇപ്പോൾ 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അറ്റ്ലീസ്റ്റ് 1/2 മണിക്കൂറും കൂടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഒരു പാത്രത്തിൽ 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് മിക്സ് ചെയ്യുക. സവോള ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, എന്നിട്ട് വഴറ്റുക. ഇത് നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റുക. മസാലപ്പൊടികൾ നിങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ ശ്രമിക്കണം. സ്പൈസസിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. മസാലപ്പൊടികളുടെ പച്ചമണം എല്ലാം മാറി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക.
ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഏകദേശം 25 തൊട്ട് 30 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചിക്കൻ ഹരിയാലി റെഡിയായിട്ടുണ്ട്. സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ഹരിയാലി റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.